അതുപോലെ നല്ല കിടിലൻ സ്മെല്ല്, പ്രത്യേകിച്ച് നമ്മുടെ പൈനാപ്പിൾ കൂടി ഇതിനകത്ത് ഇട്ടേക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഒരു സ്മെല്ല് സ്വാഭാവികമായിട്ടും ആദ്യത്തെ ദിവസം കഴിയുമ്പോഴൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല രീതിയിൽ ഫെർമെൻറ്റേഷൻ ആകുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് പ്രസൻ്റ് ഇതാ ഒന്ന് മണത്ത് നോക്കിക്കഴിഞ്ഞാൽ തനി തെങ്ങിൻകള്ള് നമുക്കറിയാലോ, ആ തെങ്ങിൻകള്ളിൻ്റെ അതേ ഫ്ലേവറാണ്. അതോടൊപ്പം തന്നെ ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവറും കൂടെ വരുന്നുണ്ട്. ഇനി നമുക്കിത് പൈനാപ്പിൾ ഇതിൽ നിന്ന് മാറ്റി ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ച് നമ്മുടെ സാധാരണ ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള കള്ളാക്കി മാറ്റാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലൊരു ബോട്ടിലെടുക്കുന്നു. പ്രത്യേകിച്ച് ഈ ബോട്ടിൽ ഗ്ലാസ് ബോട്ടിലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് നമുക്കിത് അരിച്ച് ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി അതിലൂടെയാണ് ശരിക്കും ഒന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ശരിക്കും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ കള്ള് പോലെ തന്നെയുണ്ട്. സാധാരണ കള്ള് കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മുടെ ഈ കുപ്പിയുടെ മുകളിലുള്ള ഈ